അനന്യചിന്തയന്തോ മാം യോജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവത്ഗീത 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകമാണിത്. വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണിത്. ഇതിന്റെ അർത്ഥം ഇതാണ്: മറ്റു യാതൊരു ചിന്തയും കൂടാതെ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ഈശ്വരനല്ലാതെ തനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ള ധാരണയോടുകൂടി, ചിന്തയോടുകൂടി എല്ലാം ഈശ്വരനെ സമർപ്പിച്ച് എന്നിലേക്ക് അണയുന്നവനെ എല്ലാ തരത്തിലും ഞാൻ സംരക്ഷിക്കും. ആ ഭക്തന്റെ യോഗക്ഷേമം, ഇല്ലാത്ത സുഖം കൊടുക്കലും നേടിയ സുഖം നഷ്ടപ്പെടാതെ സൂക്ഷിക്കലും, ഇതാണ് യോഗക്ഷേമം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ യോഗക്ഷേമം അത് എന്റെ ചുമതലയായിരിക്കും. ഇതാണ് ഭഗവാന്റെ സാന്ത്വന വചനം. ഇവിടെ ഞാനെന്ന് പറയുന്നത് നമുക്കത് ഏതു നിലയിൽ വേണമെങ്കിലും മനസ്സിലാക്കാം. ഈശ്വരനെന്ന് മനസ്സിലാക്കാം, ദൈവമെന്ന് വിളിക്കാം, കൃഷ്ണൻ എന്ന് വിളിക്കാം, മഹാവിഷ്ണു എന്ന് വിളിക്കാം, പരമേശ്വരൻ എന്ന് വിളിക്കാം, അള്ളാഹു എന്ന് വിളിക്കാം, യഹോവ എന്ന് വിളിക്കാം, പ്രപഞ്ചനാഥൻ, പ്രപഞ്ച ചൈതന്യം എന്നീ പേരുകളിൽ നമുക്കതിനെ ചിന്തിക്കാം. പ്രകൃതി എന്നതിനെ നമുക്ക് നിരൂപിക്കാം. ഈ കാണുന്ന എല്ലാത്തിന്റെയും പിറകിലുള്ള തത്വം എന്നതിനെ നമുക്ക് സങ്കല്പിക്കാം. ബോധം എന്നതിനെ സങ്കല്പിക്കാം. ഈ പ്രപഞ്ചം, ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യമായ, അചിന്ത്യമായ, നമ്മുടെ ചിന്തയ്ക്ക് വിധേയമല്ലാത്ത, നമ്മുടെ ചിന്ത കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സത്യമായി നമുക്കതിനെ കാണാം. അതുകൊണ്ട് അത്തരം നാമങ്ങളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ശങ്കിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്: പ്രപഞ്ചത്തിന് പിറകിലുള്ള തത്വം, സത്യം, ചൈതന്യം, ആ അതീന്ദ്രിയ ബോധം അതിവിടെയുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതിന്റെ ദൃഷ്ടാന്തങ്ങളായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജനന മരണങ്ങൾ നടക്കുന്നു. ജനനം മാത്രമല്ല, മരണവും നടക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനസംഖ്യ, അല്ലെങ്കിൽ അവരുടെ ആ ജനസംഖ്യ ഏകദേശം തുല്യമാണ്. കറക്റ്റായിരിക്കണമെന്നില്ല, എങ്കിലും ഏകദേശം തുല്യമാണ്. മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. അത് രഹസ്യമായി നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു രഹസ്യാത്മകത ഇവിടെ നിലനിൽക്കുന്നത്? അപ്പോൾ ഒരു ശില്പി ഇതിന് പിറകിലുണ്ട്, അല്ലെങ്കിൽ ഇതിന് പിറകിൽ ഒരു നിയമമുണ്ട്, ഒരു സംവിധാന ക്രമമുണ്ട്, ഒരു ധാരണയുണ്ട്, ഒരു ബോധമുണ്ട്. ഇതിനെ അംഗീകരിക്കുക, ഇതിനെ ആദരിക്കുക, ഇതാണ് ശരിയായി ഈശ്വര ചിന്ത എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഇതിന്റെ പേരിൽ ആരാധന നടത്തുക എന്നതിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കരുത്. എന്താണ് ഈ പ്രപഞ്ചത്തിന് പിറകിലുള്ള സത്യത്തിന്റെ താല്പര്യം എന്ന് നമ്മുടെ പൂർവ്വസൂരികൾ നമ്മോട് വേദഗ്രന്ഥങ്ങളുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുക, നിഷ്കാമകർമ്മം ചെയ്യുക. നിഷ്കാമകർമ്മം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് പ്രതിഫലം ഇച്ഛിക്കാതെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കുക, പരസ്പരം സഹായിക്കുക. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും കൊണ്ട് പരമമായ ആ ശ്രേയസ്സിനെ പ്രാപിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെയാണ് ശരിയായ രീതിയിലുള്ള ഈശ്വരാരാധന. ആ അർത്ഥത്തിലാണ് പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ, പ്രകൃതിയെ സേവിക്കുമ്പോൾ, സഹജീവികളെ സ്നേഹിക്കുമ്പോൾ, സഹജീവികളെ സേവിക്കുമ്പോൾ, അതാണ് ശരിയായ മാധവ സേവ എന്ന് പറയുവാനുള്ള കാരണം. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമെല്ലാമായ നിത്യചൈതന്യതി പറയുന്നു, തന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗീതാശ്ലോകമാണിത്. തനിക്ക് മുമ്പിൽ വഴിവിളക്കായി നിന്ന് തനിക്ക് വഴികാട്ടിയ ഒരു ശ്ലോകമായി നിത്യചൈതന്യതി ഇതിനെ കാണുന്നുണ്ട്. അങ്ങനെ മഹാത്മാന്മാർ മുഴുവൻ പുകഴ്ത്തിയ ഒരു ശ്ലോകമാണ് 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ഈ ശ്ലോകം. അഗാധമായ അർത്ഥതലങ്ങളുള്ള ഒരുപാട് ചിന്തകളെ
ഉദ്ദീപിപ്പിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.